ചേട്ടാ, അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക താരിഫ് ചുമത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ പിൻവലിച്ചപ്പോൾ കുറേയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്, മയപ്പെട്ടു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാലും ഈ അമേരിക്ക അധിക താരിഫ് അടിച്ചേൽപ്പിക്കുന്നതോടെ ഇന്ത്യൻ മാർക്കറ്റുകൾ നശിച്ചു പോകുമെന്നൊരു ചിന്ത ഇവിടെ പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രചണ്ഡ പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു. സത്യത്തിൽ ഇത് ഇന്ത്യയുടെ മാർക്കറ്റ് വൈഡനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊരു അവസരം വന്നു ചേർന്നതല്ലേ ഈ താരിഫ് വർധന അടിച്ചേൽപ്പിച്ചത്? രണ്ട് രീതിയാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് ഓൾറെഡി വൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്. അതിപ്പോൾ താരിഫ് വന്നാലും വന്നില്ലെങ്കിലുമൊക്കെ അത് വരും. കാരണം ഇന്ത്യയുടെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി, ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ഒരു പർച്ചേസിങ് കപ്പാസിറ്റിയാണ് നമ്മുടെ ഒരു പവറായിട്ട് കാണുന്നത്. നമുക്ക് ഒരു ഭൂകമ്പം വന്നിരുന്നു മുമ്പ്. വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഭുജിലായിരുന്നത്, അതായത് കച്ച് മേഖല, നമ്മുടെ ഗുജറാത്തിൻ്റെ കച്ച് മേഖല, അത് പാകിസ്ഥാനിലുമൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, അതൊരു 27 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അന്ന് അത് ഉണ്ടായി, അത് തകർന്നടിഞ്ഞു പോയി. ആ സമയത്ത് നമുക്ക് അത് അവിടുത്തെ ബിൽഡിങ്ങുകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു ഫണ്ട് ആവശ്യമാണ്. അന്ന് കേന്ദ്ര സർക്കാർ പത്രങ്ങളിലൊക്കെ ഒരു പരസ്യം ചെയ്തു, ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. അന്നത് 300 കോടി രൂപയോ മറ്റോ ആയിരുന്നു അന്ന് ടാർഗറ്റ് ഇട്ടിരുന്നത്. ഇതാണ് നമുക്ക് ആവശ്യമായ തുക, അത്രയും കിട്ടിയിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാം. അന്ന് ഒരു ഊഹവുമില്ല നമ്മുടെ ആളുകളുടെ പൈസ ഉണ്ടോ, ആരെങ്കിലും നമ്മളെ സഹായിക്കുമെന്ന്. പക്ഷേ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയത് 1500 കോടി രൂപയാണ്. അതിനുശേഷം വീണ്ടും കേന്ദ്ര സർക്കാർ ഒരു കുറിപ്പിറക്കി, ഒരു പരസ്യം, ഇനി ആരും പൈസ ഇടരുത്, നമ്മൾ വെച്ച ടാർഗറ്റും കഴിഞ്ഞ് ഒരുപാട് പോയി, നമ്മൾ അതിൽ നിന്നൊരു 100 കോടി രൂപ പാകിസ്ഥാൻ ഓഫർ ചെയ്തിരുന്നു. അത് കിട്ടിയപ്പോൾ അന്നാണ് നമ്മുടെ ജനത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ്, പർച്ചേസിങ് കപ്പാസിറ്റി എന്താണ്, ഇല്ലെങ്കിൽ പണം ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ മുംബൈയിൽ ബെൻസ് കമ്പനി ഒരു കാറുണ്ട്. ഈ ബെൻസ് റോൾസ് റോയ്സ് കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ നമ്മളൊക്കെ പിച്ചക്കാരായിട്ടാണ് കാണുന്നത്, ഇന്ത്യൻസിനെ മുഴുവൻ. അപ്പോൾ അവരുടെ കാറ്, അവർ പറയുന്നത് അത് കാർ ഓടിക്കണമെങ്കിൽ തന്നെ ഒരു യോഗ്യത ഉണ്ടാകണം. സാധാരണ റോൾസ് റോയ്സും ഒക്കെ അന്ന് അവർ കൊടുത്തുകൊണ്ടിരുന്ന റോയൽ ഫാമിലിയിൽ പെടുന്നവർക്ക്, ഇല്ലെങ്കിൽ വലിയ അങ്ങനെ കുറേ സ്റ്റാറ്റസ് സിമ്പിളിൻ്റെ ഭാഗമാണ് കൊടുക്കുക. അപ്പം ബെൻസ് ഇറക്കി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ബെൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ, അല്ല അവരോട് ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാറുകളും ലോകത്തുണ്ടേ എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്നത്തേത് എനിക്ക് തോന്നുന്നത് 1.25 കോടി രൂപയുടെ എങ്ങാണ്ട് അവരുടെ ഏറ്റവും പുതിയൊരു മോഡൽ മഹാരാഷ്ട്രയിൽ പ്രദർശനത്തിന് കൊണ്ടുവന്നു. ഫസ്റ്റ് ദിവസം അവർക്ക് ബുക്കിംഗ് കിട്ടിയ 4 ബുക്കിംഗ് ആയിട്ട്, അതോടുകൂടി ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. ഫസ്റ്റ് ഡേയിൽ കാറ് കാണാമെന്ന 4 പേര്, എനിക്ക് തോന്നുന്നു സച്ചിൻ ടെണ്ടുൽക്കർ, ഷാരൂഖ് ഖാൻ, വേറെ 2 പേരും കൂടെ, അങ്ങനെ 4 പേര് അന്ന് ബുക്ക്. അവർ പോകുന്നതിന് മുമ്പ് കിട്ടിയ ബുക്കിംഗ് എത്രയാണെന്ന് അറിയാം? 65 ബുക്കിംഗ്. അതോടുകൂടി ബെൻസ് കമ്പനി, ഇന്ന് ആ ബെൻസ് കമ്പനി ഇന്ന് എവിടെയാണെന്നറിയാമോ? മഹാരാഷ്ട്ര ടാറ്റയുമായി ചേർന്നുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നടത്തുന്ന നിരയിലേക്ക് അവർ വന്നു. മുമ്പ് നമ്മുടെ കമ്പനിയായ ടാറ്റ കാർ കമ്പനി ഫോർഡ് കമ്പനിയോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ആ കമ്പനി ഞങ്ങൾക്ക് തരുമോ? നിങ്ങൾക്കൊന്നും തരാനുള്ള, നിങ്ങൾക്കതിനുള്ള ഇതായിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയെ നയിക്കുന്ന വാഹന വിപണിയിലെ മെയിൻ ആളെ എന്ന് പറഞ്ഞാൽ ടാറ്റയാണ്. എത്ര വണ്ടികളാണ് ഇന്ന് ടാറ്റയുടെ വണ്ടി മാർക്കറ്റിലെ നമ്പർ 1. മാരുതി കഴിഞ്ഞാൽ പിന്നെ ടാറ്റ, മഹീന്ദ്ര, ഇന്ത്യൻ ബ്രാൻഡുകളാണ്, എല്ലാം ഇന്ത്യൻ ബ്രാൻഡുകളാണ്. ജർമ്മനിയിൽ നിന്ന് ഫോർഡ് അടച്ചുപൂട്ടി അവർ പോകേണ്ട സമയം കഴിഞ്ഞു. ലോകത്തെ റേഞ്ച് റോവർ എന്ന് പറഞ്ഞ ഭീമനെ പോലും നമ്മൾ വാങ്ങി. ഇന്ന് എന്തിനും ഏതിനും നമ്മുടെ കയ്യിൽ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഇന്ത്യൻ ജനത വിചാരിച്ചാൽ അതിന് കേന്ദ്ര സർക്കാരൊന്നും വേണമെന്നില്ല. ഇന്ത്യൻ ജനത വിചാരിച്ചാൽ എന്തിനേയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് തെളിയിച്ച അനവധി സംഭവങ്ങളുണ്ട്. 2020 ഗാൽവാൻ താഴ്വരയിൽ നമ്മളും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടി, ഒരു സംഘർഷമൊക്കെ നടന്നു. നമ്മൾ ഒരുപാട് പട്ടാളക്കാർ വീരമൃത്യു വരിച്ചു, അവരുടെ കുറേ പട്ടാളക്കാരുമൊക്കെ മരിച്ചു, വലിയ സംഘർഷം നിൽക്കുന്നു, നയന്ത്ര ബന്ധങ്ങളൊക്കെ ഉലഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ആളുകൾ, ആ സമയത്ത് ദീപാവലിയാണ്. ഈ ദീപാവലി ആണ് നമ്മുടെ വിപണിയുടെ ഒരു എപ്പോഴും ചലിക്കുന്ന സമയം, ഉത്സവകാലമാണ് ദീപാവലി സമയം. അതൊരു ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നിൽക്കുന്ന ഒരു ഉത്സവ സീസണാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും വിവിധ തരത്തിലുള്ള ദസറ ഉണ്ടാകും, പൊങ്കൽ, ഓണം, വിഷു, ഇങ്ങനെ പോകും. അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ ഈ സമയത്തല്ലേ. അപ്പോൾ അന്ന് ഈ ഇന്ത്യയിലെ ജനങ്ങളും പടക്ക കച്ചവടം ചെയ്യുന്നവരും കളിപ്പാട്ട കച്ചവടം ചെയ്യുന്ന കടക്കാരെല്ലാം കൂടെ തീരുമാനമെടുത്തു, ഇനി നമുക്ക് ചൈനയുടെ പ്രൊഡക്റ്റ് വേണ്ട. അതുവരെ ചൈനയായിരുന്നു ഈ പടക്ക വിപണിയിലും മറ്റുമൊക്കെ. ഒരു ദിവസം 50,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഇന്ത്യയിൽ പടക്കം മാത്രം ചൈന വിറ്റഴിച്ചുകൊണ്ടിരുന്നത്, ചൈനീസ്. ഒപ്പം തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ. അന്ന് അവരെടുത്ത തീരുമാനം, കടക്കാരെടുത്തു, ഇനി ഞങ്ങൾ എടുക്കുന്നില്ല അവരുടെ പ്രൊഡക്റ്റ്. ആളുകൾ പറഞ്ഞു ഇനി നമുക്ക് ചൈന വേണ്ട എന്ന് പറഞ്ഞു. അന്ന് ശിവകാശിയിലെ പടക്കമൊക്കെ ആ സമയത്താണ് നോർത്ത് ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ കയറിപ്പോയിക്കൊണ്ടിരുന്നത്. അപ്പം
വലിയ നഷ്ടമാണ് ആ ചൈനയ്ക്ക് ആ ഒരു സംഭവത്തിൽ സംഭവിച്ചത്. ചൈന വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ജനം എത്തുകയാണ്. അത് നമ്മൾ കണ്ടു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാൻ്റെ പിന്നിൽ തുർക്കി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തുർക്കി പ്രൊഡക്റ്റുകൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു. അത് തുർക്കി പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അവരാണ് ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് വലിയ നഷ്ടമായി. അങ്ങോട്ടേക്കുള്ള ടൂർ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ തുകകളല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് അവർക്ക് വരുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും കപ്പാസിറ്റി ഒരു ജനതയ്ക്കുള്ളതാണ്. അപ്പോൾ ഈ ജനതയെ എടുത്ത് മായി ചേർന്ന് നിന്ന് താരിഫ് ഇല്ലാതെയും താരിഫ് ഉണ്ടായിട്ടുമൊക്കെ കച്ചവടം ചെയ്യാനാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം. കാരണം ഇതൊരു വലിയ വിപണിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഏത് ഉൽപ്പന്നവും ഇവിടെ തന്നെ അതിന് വിപണിയുണ്ട് വിറ്റഴിക്കാൻ. നമുക്ക് വേറൊരു രാജ്യത്ത് വിറ്റഴിച്ചില്ലെങ്കിൽ പോലും ഈ വിപണിയിൽ തന്നെ നമുക്ക് വിറ്റഴിക്കാം. കാരണം 140 കോടി ജനമാണ്, അതിൽ 30 കോടി പേര് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണമുള്ള ആളുകളാണ്. ബാക്കിയുള്ളവർ ഇടത്തരക്കാരും വളരെ തീരെ പാവപ്പെട്ട ഒരു ചെറിയ രീതിയാണ്. നമ്മൾ കണ്ടതാണ് കുറച്ച് നാൾക്ക് മുമ്പ് യു പിയിൽ കുംഭമേള നടന്നു അല്ലേ? ആ കുംഭമേളയ്ക്ക് അത്രയും ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? നമ്മുടെ 2000 അല്ല 5000 കോടിയുമല്ല, 5 ലക്ഷം കോടി രൂപയാണ് നമുക്ക് 45 ദിവസം കൊണ്ട് കിട്ടിയത്. അതെ, അവിടെ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതാണ്. അവിടെ ഈ മുങ്ങിക്കുളിക്കാൻ ഇറങ്ങിയവരിങ്ങനെ പൈസ തുട്ടുകൾ ശേഖരിക്കില്ലേ, അയാൾക്ക് തന്നെ ഏകദേശം 15,000-20,000 തന്നെ ഗംഗയിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ അത്രയും മണി ഗവേണൻസ് നടന്നൊരു സ്ഥലമാണ് കുംഭമേള സമയം. അവിടെ നമ്മൾ കണ്ടാണ് ഈ വേപ്പിന്റെ തണ്ട് വിറ്റിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി. അപ്പം അത്രയും ഇത് വന്നു. ഇവിടെയാണ് ഇന്ത്യൻ വിപണിയുടെ കരുത്ത് എല്ലാവർക്കും മനസ്സിലാകും. ചൈന വിപണിയല്ല, ചൈന ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കൺട്രിയാണ്. അതായത് ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ച് ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇന്ത്യ അല്ലാതല്ല, ഇന്ത്യ ഒരു വിപണിയാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നതിനും മറ്റുമൊക്കെ താരിഫ് ആവശ്യമാണ്. അമേരിക്ക എന്ന് പറയുന്നൊരു രാജ്യം ഇന്ത്യ എടുത്ത് അവരുടെ ഉപരോധങ്ങൾ പോലും വിലപ്പോയില്ല. 89 നമുക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലാഫിംഗ് ബുദ്ധയൊക്കെ ചെയ്ത സമയത്ത് ആ ഉപരോധത്തിൽ നമ്മൾ അതിജീവിച്ചാണ് പോയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോഴും പഴയ ഇന്ത്യ അല്ല, അപ്പോൾ ഇപ്പോൾ ഉപരോധം ഒന്നും പാളിയില്ല. കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ മാസത്തെ ഒക്ടോബറിൽ നമ്മളുടെ ആ കയറ്റുമതി ഇടിവ് 12.5% നവംബറിലേക്ക് വരുമ്പോൾ 8.3% കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റു മാർക്കറ്റുകളുണ്ട്, പക്ഷെ നമുക്ക് അമേരിക്ക തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ജെറ്റ് എഞ്ചിന്, അതുപോലെ തന്നെ നമ്മുടെ ആയുധ വിപണിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണത്. കാരണം ഈ ആയുധ കരാറുകളും കാര്യങ്ങളും വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ആ ലോങ് പ്രോസസ്സിനിടയിൽ എന്താണ് നമുക്ക് ഒരാളെ വിട്ട് കളയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു വിമാനത്തിൻ്റെ ചിറകും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് എനിക്ക് ആ എഞ്ചിൻ കിട്ടണ്ടേ, അത് അഞ്ചും കൂടെ കിട്ടാതെ എനിക്ക് ആ പ്രൊജക്റ്റ് പോലും, കാരണം ഇത്രയും കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പം താങ്കൾക്ക് ഞാൻ പൈസ തന്നു കഴിഞ്ഞു, അപ്പോൾ അതെങ്ങനെയും വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിണക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ചിപ്പുകൾ അതൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ 2031 ഇന്ത്യ ലോകത്തെ നമ്പർ 1 സെമി കണ്ടക്ടർ ചിപ്പ് 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ഗ്രോത്ത് ഭയങ്കരമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയുന്നത്, കൺഫേം ചെയ്തിട്ടില്ല, 7.7% GDP-യിലേക്ക് ഈ 3 മാസത്തെ ഗ്രോത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ ഗ്രോത്ത് അല്ലത്. ലോകത്ത് ഒരു രാജ്യത്തിനും അങ്ങനെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടൊരു എക്കണോമി ഇല്ല. അതും ഈ നിരോധനമൊക്കെ നിൽക്കുന്ന സമയത്തും താരിഫ് നിൽക്കുന്ന സമയത്ത്. ആ താരിഫിൽ ഇപ്പോൾ നമ്മൾ ട്രംപ് പറയുന്നുണ്ട് വ്യാപാര കരാർ ഉടനെ വേണം, ഉടനെ നടക്കും. പക്ഷേ ഇന്ത്യ അതിന് റിപ്ലൈ ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്തൊക്കെയായിരുന്നു അമേരിക്കയിലേക്ക് സർവ് ചെയ്തുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറ്റി വിറ്റുകൊണ്ടിരുന്നത്, എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതെല്ലാം നമ്മളിന്ന് വേറെ വിപണി കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ വിപണി ഇപ്പം ഞാൻ 30% ഒരു സാധ്യത മാത്രം. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ അവിടത്തേക്ക് ചെമ്മീൻ കയറ്റി അമേരിക്കയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ താരിഫ് വർദ്ധിപ്പിച്ചത് മൂലം എനിക്ക് കയറ്റി അയക്കാൻ പറ്റില്ല. അവസാനം എനിക്കെന്തായാലും ഈ ചെമ്മീൻ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ ആ ബിസിനസ് കളയാനോ കഴിയില്ല. ഞാനതെന്ത് ചെയ്തു, 10 രാജ്യങ്ങൾക്ക് ഡിവൈഡ് ചെയ്തു. ഈ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇത്രയും ബൾക്കായിട്ട് അവരെടുക്കുക, ആ ക്യാഷ് കിട്ടുകയും ചെയ്യും. ആ സാധനം ഞാൻ 10 രാജ്യങ്ങൾക്കായി ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ കാര്യം ഓക്കെ ആയി. അല്പം ഡിലേ വരും, കാരണം 10 രാജ്യങ്ങൾക്കായിട്ട് ഞാൻ വീതിച്ചു കൊടുക്കും. അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഉടനെ ഒന്നും കരാറ് വേണമെന്നോ ഇല്ലെങ്കിൽ താരിഫ് ഇളവ് വേണമെന്നോ എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഓൾറെഡി എൻ്റെ ബിസിനസ് അവിടെ കൊടുത്തുകൊണ്ടിരുന്ന ആ ക്വാണ്ടിറ്റി അതെനിക്കിവിടെ പൊക്കോണ്ടേയിരിക്കുന്നുണ്ട്. അല്ല, ഈ കാര്യത്തിൽ ട്രംപ് ഒരു പുനർചിന്തനം നടത്താനുള്ള സാധ്യത കാണുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നടത്താതിരിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവർ ഒരു ഉപഭോക്തൃ രാജ്യമാണ്. കാരണം അവരുടെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം കാര്യങ്ങളും പുറത്തു നിന്നാണ് വരുന്നത്. ഇറച്ചിയായാലും അവിടെ ഉൽപ്പാദനം ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ട്. ഇറച്ചി, പഴം, ബ്രസീലിൽ നിന്നൊക്കെയാണ് പഴം വരുന്നത്. സ്പൈസസ് പോട്ടെ, അത് ചെറിയ കാര്യമാണെന്ന് പറയാം. പഴം, പിന്നെ ഇറച്ചി, അതുപോലെ തന്നെ അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ രാജ്യത്തിന് ആവശ്യം മെഡിസിൻസ് ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ലാഭത്തിന് ക്വാളിറ്റിയുള്ള മെഡിസിൻ
കിട്ടുന്നത് ഇന്ത്യയെ പോലെ രാജ്യത്തിനാണ്. അപ്പം അതൊക്കെ അവർക്ക് ഉപേക്ഷിക്കാനും കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു കടുംപിടുത്തം പിടിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾ പറയത്തില്ല ഞാനൊന്ന് മുറുകി നോക്കട്ടെ വല്ല അയ്യോ എന്നുള്ളത്, അതിന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത എന്തായിരിക്കും? ഈ മോദി ട്രംപ് ഇക്വിലിബ്രിയം തെറ്റാണെന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാരണം അല്ല. ഈ എല്ലാ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും അല്ല, അത് വേറെ ഇത് വേറെ. പിന്നെ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള റോളിലും ഇപ്പം നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകാം. ചിലപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോയി ചായ കുടിച്ചിരിക്കാം, അത് വേറെ. അപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ അതല്ലല്ലോ, ഇവിടെ നമ്മളിരിക്കുന്നത് ഒഫീഷ്യലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ രണ്ടും താങ്കളുടെ ചാനലിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നു, ഞാനതിന് ഉത്തരം നൽകാനിരിക്കുന്ന വ്യക്തി. അതാണ് അതിൻ്റെ ബന്ധം. അപ്പോൾ രാജ്യങ്ങൾക്കെല്ലാം ഒരു നിലപാടുണ്ട്. ഓരോ രാജ്യ ഭരണാധികാരികൾക്കും ആ രാജ്യത്തിനെ സംബന്ധിച്ച് അവരുടെ ആ രാജ്യത്തിൻ്റെ ഉയർച്ചയും അതിൻ്റെ നിലപാടുകളുമാണ്. അവിടെ ഈ ഫ്രണ്ട്ഷിപ്പിന് സ്ഥാനമില്ല. ഫ്രണ്ട്ഷിപ്പും ഇതും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മളത് കാണുകയും ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എല്ലാം ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നു, അതൊക്കെ സൗഹൃദത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ആ സൗഹൃദം ഒരു രാജ്യത്തിൻ്റെ വിഷയത്തിൽ കാണിക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ പോളിസിയാണ്. സൗഹൃദത്തിന് പോളിസി ഉണ്ടോ? ഇല്ല. ഞാൻ താങ്കളെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, ഒരു പോളിസി അതിനില്ല. പക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ താങ്കൾക്ക് പോളിസി ഉണ്ട്. നിങ്ങളുടെ ഈ ചാനലിൻ്റെ പ്രോട്ടോക്കോൾ താങ്കൾ അനുസരിക്കണം, ഞാനും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടവരാണ്. ഒരുപക്ഷെ നമ്മൾ പുറത്തൊരു റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇരിക്കുന്നത്, നമ്മൾ അടുത്തിരിക്കും, തോളത്ത് കൈയിടുകയും ചെയ്യും. അതാണ് പോളിസിയും ഫ്രണ്ട്ഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ ഈ മോദി ട്രംപിൻ്റെ കാര്യം ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ പാകിസ്ഥാനുമായി ഇപ്പോൾ നേരത്തെയൊക്കെ അമേരിക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പേടിയായിട്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ലോക പോലീസ് ചമയുന്നു എന്നൊക്കെ ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക അത്തരത്തിലൊരു ശക്തിയല്ല. ഈ ക്രെഡിറ്റുകൾ അടിച്ചു മാറ്റുന്ന ഒരു ബ്ലണ്ടർ അടിക്കുന്ന ഒരു കോമാളിയെ പോലെ ഡൊണാൾഡ് ട്രംപ് ആ രാജ്യത്തെയും ആ ഒരു പ്രസിഡൻഷ്യൽ പവറിനെയും കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അമേരിക്ക ഒരു പവർ തന്നെയാണ്, ഇല്ല എന്നുള്ള. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം അമേരിക്കയാണ്. 30 ട്രില്യൺ ആണ് അവരുടെ സാമ്പത്തിക അടിത്തറ. പിന്നെ ലോകത്തെ 85ഓളം രാജ്യങ്ങളിൽ സൈനിക താവളമുള്ള രാജ്യമാണ്. അപ്പം സൈനികപരമായിട്ടൊക്കെ അവർ ശക്തർ തന്നെയാണ്. പക്ഷേ അമേരിക്ക കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന പണി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. അവർ ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ചാൽ അവരൊരിക്കലും നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാറില്ല. പകരം അവർ ഒരാളെ കൊണ്ടത് ചെയ്യിക്കുകയും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുകയുമായിരുന്നു. ഇന്നിപ്പോൾ ആ തന്ത്രം എങ്ങും ഫലിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോകത്തിനിപ്പോൾ മനസ്സിലായി അമേരിക്ക ഒരു രാജ്യത്തിനടുത്തും ഇനി നേരിട്ട് യുദ്ധം ചെയ്യില്ല. അത് അവർക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, പകരം ഈ യുദ്ധം എന്ന് പറയുന്നത് ആയുധം മാത്രമല്ല, സാമ്പത്തികം വലിയ രീതിയിൽ തന്നെ വേണം. നമ്മുടെ ഒരു ബ്രഹ്മോസ് മിസൈലിന് 8 to 11 കോടി രൂപയാണ് ചിലവ്. അപ്പോൾ നമ്മളത് പറഞ്ഞ് പൊട്ടിച്ചുളയുമ്പോൾ 11 കോടി രൂപയാണ് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വിമാനങ്ങൾ പറക്കുന്നത് തൊട്ട് ബോംബിടുന്നത് പോലെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാറാണ് നടക്കുക. അപ്പോൾ അതിനിടയിൽ അത്രയും ഒരു പൈസ കളഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ അമേരിക്ക എങ്ങും പോയില്ല. അതെല്ലാവർക്കും അറിയാം. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു രാജ്യത്തിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പിന്നിൽ നിന്ന് കളിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതും അധിക നാളുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇനിയുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾക്കല്ല സ്ഥാനമുള്ളത്, യുദ്ധങ്ങളുടെ കാലഘട്ടമല്ല. അതാണ് പ്രധാനമന്ത്രി മോദി എപ്പോഴും പറയുന്നത്, യുദ്ധങ്ങളുടെ കാലം ഇത് നയതന്ത്രങ്ങളുടെ കാലമാണ്. നയതന്ത്രങ്ങൾ കൂടെ മുന്നോട്ട് പോകാൻ ഇനി കഴിയും. അല്ലാതെ യുദ്ധം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? എക്കണോമിയിലാണ്, സാമ്പത്തികത്തിലാണ്. അതിനിപ്പം നമുക്കിപ്പോൾ പൈസ സമ്പാദിച്ച് നമ്മുടെ വീട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരുത്തിനോട് വഴക്കുണ്ടാക്കി അവൻ വന്ന് ബുൾഡോസർ കൊണ്ട് നമ്മുടെ വീട് ഇടിച്ച് കളയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇടിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്നും പറഞ്ഞ് വീട് കെട്ടണ്ടേ? അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കയും അങ്ങനെ തന്നെ. ഈ മോദി ഇപ്പോൾ അമേരിക്കയുമായി ഒരു വിഷയമെന്ന സാഹചര്യത്തിൽ പുട്ടിനെ ചേർത്ത് നിർത്തുന്നത് ഒരുപാട് അങ്ങനെ രാജ്യാന്തര വാർത്തകൾ തന്നെ വന്നിരുന്നു. ഈ പുട്ടിനെ ചേർത്ത് നിർത്തുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ ശരിയാണ്? ഇല്ല, ട്രംപ് തന്നെ പറഞ്ഞല്ലോ, അത് അകറ്റാൻ കഴിയാത്തൊരു ബന്ധമാണ് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ളത്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള ബന്ധമല്ല, പണ്ട് തൊട്ടേ ഉള്ള ബന്ധമാണ്. നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ, 1971 യുദ്ധത്തിലടക്കം. അപ്പം അത് മുറിച്ചു മാറ്റാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇന്ത്യ ഉപയോഗിക്കുന്ന ഏതാണ്ട് 63% ആയുധങ്ങളും റഷ്യയുടേതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ബന്ധം കട്ട് ചെയ്യാൻ പറ്റുക? അത് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും അകലില്ല, അകറ്റാൻ കഴിയുകയുമില്ല. അതൊരു മറ്റൊരു തരത്തിലുള്ള ബന്ധമാണ്. അമേരിക്കയും ഇന്ത്യയും പോലുള്ള ബന്ധം പോലെ അല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ബേസിക്കലി നമ്മളുടെ എന്താ പറയുന്നത്, നമ്മൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അതിൽ ഇനി അടർത്തി മാറ്റാനോ മാറാനോ കഴിയില്ല. അതൊന്നും ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്ന ബന്ധം കൂടി വരുന്ന വാർത്തയാണ്. കാരണം മുമ്പ് നമ്മൾ റഷ്യയുടെ ആയുധം വാങ്ങിയിരുന്നതാണെങ്കിൽ ഇപ്പോൾ റഷ്യ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ റഷ്യയോട് സംയുക്തമായി നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ ബിസിനസ് പങ്കാളിയാണ്. മറ്റേ നമ്മൾ അവിടെ നിന്ന് ബയറായിരുന്നു, വാങ്ങുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബിസിനസ് പങ്കാളിയായി മാറിയിരിക്കുന്നു. അതാണ് ആ റിലേഷൻ. ഈ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ സിന്ദൂർ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി
ബന്ധപ്പെട്ട യുദ്ധങ്ങളിൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സ്റ്റീലർ എന്നുള്ള നിലയിലേക്ക് എന്തിനാണ് ഇപ്പം നോബൽ സമ്മാനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല, അവസാന നിമിഷം അത് പിന്തള്ളപ്പെടുന്ന സാഹചര്യം. അപ്പം അദ്ദേഹം ഒരു ക്രെഡിറ്റ് സ്റ്റീലർ എന്ന നിലയിൽ ഒരു ഒരു ചിരിപ്പിക്കുന്ന ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജോർജ് ബുഷ്, ജോൺ എഫ് കെന്നഡി, ഒബാമ, അത്തരത്തിൽ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് വന്നിരുന്നു. അത്രയും ഈ പ്രായം അദ്ദേഹത്തെ വല്ലാതെ അങ്ങോട്ട് ഈ വയസ്സാവുമ്പോൾ ചില കിളവന്മാർക്കുണ്ടാകുന്ന മുറുമുറുപ്പ് എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ തൊട്ടിച്ചാടിയായിട്ട് നടക്കുന്ന ഒരു കക്ഷി, അയാൾ ഒരു സുപ്രഭാതി വലിയ പണക്കാരനായി. പിന്നെ അയാളുടെ ലക്ഷ്യം മുഴുവൻ ഒരു വലിയ മാന്യനാകുക എന്നുള്ളതാണ്. അതിന് പറ്റുന്നതെല്ലാം അയാൾ സ്വീകരിക്കും. പൈസ കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങും, റോഡ് മുഴുവൻ ഫ്ലെക്സ് വെക്കും, പിന്നെ എല്ലാത്തിലും പോയി തലയിടും, അമ്പല കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കും, അങ്ങനെ എല്ലാത്തിലും വരും. അതൊരു മാനസികാവസ്ഥയാണ്. അതായത് പണവും അധികാരവും എത്തുമ്പോൾ തനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നൊരു തോന്നൽ വരികയും ആ കുറവ് നികത്താൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം, ഞാനും ഒബാമയും ഈക്വലാണ്, പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ പിന്നിലാണ് ഒബാമയേക്കാൾ. എന്തിലാണ്? നൊബേൽ പ്രൈസ് ഒബാമയ്ക്കുണ്ട്, എനിക്കില്ല. അതിൻ്റെ ഒരു കോംപ്ലക്സ് അദ്ദേഹത്തിന് വല്ലാതുണ്ട്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പല രീതിയിലാണ്. ചിലർ യുദ്ധക്കൊതിയന്മാരുടെ യുദ്ധവീരന്മാരുമിട്ട് അവിടെ ട്രംപിൻ്റെതായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇതുവരെ അദ്ദേഹം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഉണ്ടാക്കിയത് മുഴുവൻ കേസ് കെട്ടുന്നതാണ്, കള്ളുപിടിയും പെണ്ണുപിടിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഒരു നല്ല കാര്യങ്ങൾ വേണം. അപ്പം ഇനിയുള്ള ലോകത്ത് യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് വീരപരിവേഷം കിട്ടുക അസാധ്യമാണ്. ഇനി അത് നടക്കില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന സമാധാനമല്ലേ ഉള്ളൂ. ആ പ്രശ്നം തീർത്ത ഞാനാണ്, ഈ പ്രശ്നം തീർത്ത ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും വിശ്വസിച്ചില്ലെങ്കിലും പുള്ളിക്കെങ്കിലും സ്വയം വിശ്വസിക്കാമല്ലോ, ഞാനാണ് ഇതൊക്കെ തീർത്തത് എന്ന് പറയുന്ന ഒരു സാധനം. അത്രേ ഉള്ളൂ. അതൊക്കെ പൊളിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പൊളിയുന്നുണ്ടല്ലോ, പൊളിഞ്ഞോടി അടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.